ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു അവർ ചാനൽ ലേൺ തിങ്ക് ആൻഡ് ഗ്രോ. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. Unit 2 Tales and Tunes. Keep your eyes open. Stories generally have a beginning, a middle and an end. കഥകൾക്ക് പ്രധാനമായും 3 ഭാഗമാണുള്ളത്. ഒരു തുടക്കമുണ്ടാവും, പിന്നെ കഥാപുരോഗതി, പിന്നെന്താണ് ഉണ്ടാവുക? ഒരു അവസാനവും ഉണ്ടാവും. Now read the story given below. Keep your eyes open. Once upon a time, there was a lion that grew so old that he was unable to kill any prey for his food. So he said to himself, I must do something or else I will die of starvation. പണ്ടൊരിക്കൽ ഒരിടത്ത് വയസ്സനായ ഒരു സിംഹമുണ്ടായിരുന്നു. വയസ്സായിരുന്നതിനാൽ ഇര പിടിക്കാൻ അതിന് കഴിയുമായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ അവൻ ചിന്തിച്ചു, എന്തെങ്കിലും ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ താൻ പട്ടിണി കിടന്ന് മരിക്കും. He kept thinking and at last an idea struck him. He decided to lie down inside the cave, pretending to be ill. Those who came to inquire about his health would become his prey. He put his wicked plan into practice, and it started working. Many of his well-wishers got killed. അവൻ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ സിംഹത്തിനൊരു ഐഡിയ കിട്ടി. അസുഖം ഭാവിച്ച് ഗുഹയ്ക്കുള്ളിൽ കഴിയുക എന്നതായിരുന്നു ഐഡിയ. തന്റെ സുഖവിവരം അന്വേഷിക്കാൻ വരുന്നവർ ആരാണോ അവരായിരിക്കും തന്റെ ഇര. അവൻ അതുപോലെ തന്നെ ചെയ്തു. സുഖവിവരം അന്വേഷിച്ചു വന്നവർ ഓരോരുത്തരും അവന്റെ ഭക്ഷണമായി തീർന്നു. അവൻ എല്ലാവരെയും കൊന്നു തിന്നു. ബട്ട് ഈവിൾ ഈസ് ഷോർട്ട് ലിവ്ഡ്. പക്ഷേ തിന്മ അധിക നാൾ വാഴില്ല. വൺ ഡേ a clever fox came to visit the lion. He stood at the mouth of the cave. He looked around and understood the reality. So he called out to the lion from outside and said, How are you, sir? The lion replied, I am not feeling well. Why don't you come inside? Then the fox replied, I would love to come in, sir. But I see all the footprints are going into your cave, but none are coming out. I would be foolish enough to come in. Saying so, the fox went to alert the other animals. ഒരു ദിവസം ബുദ്ധിമാനായ കുറുക്കൻ സിംഹത്തെ കാണാൻ ഗുഹയ്ക്ക് മുന്നിലെത്തി. അവൻ ചുറ്റും നോക്കിയപ്പോൾ എന്താണ് അവിടെ നടക്കുന്നതെന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് അവൻ പുറത്തുനിന്ന് സിംഹത്തോട് ചോദിച്ചു, അങ്ങേക്ക് സുഖമാണോ? എനിക്കത്ര സുഖമില്ല എന്ന് സിംഹം പറഞ്ഞു. എന്താണ് നീ അകത്തേക്ക് വരാത്തതെന്ന് കുറുക്കനോട് ചോദിച്ചു. തനിക്ക് അകത്തേക്ക് വരണമെന്നുണ്ട്, എന്നാൽ അകത്തേക്ക് വന്ന മൃഗങ്ങളുടെ കാൽപ്പാടുകൾ മാത്രമേ കാണുന്നുള്ളൂ, പുറത്തേക്ക് ആരും വന്നതായി കാണുന്നില്ല എന്ന് കുറുക്കൻ പറഞ്ഞു. അകത്തേക്ക് വരാൻ മാത്രം താൻ അത്ര വിഡ്ഢിയാണോ എന്ന് പറഞ്ഞുകൊണ്ട് കുറുക്കൻ ഈ വിവരം മറ്റു മൃഗങ്ങളെയെല്ലാം അറിയിച്ചു. സ്റ്റോറീസ് ജനറലി ഹാവ് എ ബിഗിനിങ്, എ മിഡിൽ ആൻഡ് ആൻ എൻഡ് എന്ന് നമ്മൾ പറഞ്ഞു. ഹൗ ഡസ് ദ സ്റ്റോറി ബിഗിൻ? എങ്ങനെയാണ് ഈ കഥ തുടങ്ങുന്നത്? വൺസ് അപ്പോൺ എ ടൈം. നൗ ലെറ്റ് us analyze the story. What are the essential aspects of the story? The essential elements of the story are beginning, development, something happens, things come to an end, conclusion. ഈ കഥ എങ്ങനെയാണ് തുടങ്ങിയത്?
Once upon a time, there was a lion that grew so old that he was unable to kill any prey for his food. അതാണ് കഥയുടെ ബിഗിനിങ്, തുടക്കം. അടുത്തത് ഡെവലപ്മെന്റ്, കഥാപുരോഗതി. എന്താണ്? So he said to himself, I must do something or else I will die of starvation. He kept thinking, came to inquire about his health, would become his prey. He put his wicked plan into practice and it started working. അതാണ് കഥയുടെ പുരോഗതി. അടുത്തത് എന്താണ്? Something happens. എന്താണ് കഥയിൽ സംഭവിച്ചത്? One day a clever fox came to visit the lion. He stood at the mouth of the cave. He looked around. ആ ഭാഗമാണ് സംതിങ് ഹാപ്പൻസ്. എന്താണ്? അവിടെ കുറുക്കൻ റിയലൈസ് ചെയ്യാണ് അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന്. പിന്നെ തിങ്സ് കം ടു ആൻ എൻഡ്. Then the fox replied, I would love to come in, sir, but I see all the footprints as going into your cave, but none as coming out. I would be foolish enough to come in. ഈ ഭാഗത്തിലൂടെ കഥ അവസാനത്തിലേക്ക് കടക്കുന്നു. കൺക്ലൂഷൻ എന്താണ്? Saying so, the fox went to alert the other animals. അതാണ് കൺക്ലൂഷൻ. The story Keep Your Eyes Open begins with the sentence, Once upon a time there was a lion. Different stories may have different beginnings. Here are a few beginnings of stories. നോക്കൂ, ഓരോ കഥയുടെ തുടക്കവും ഓരോ രീതിയിലായിരിക്കും. ഇവിടെ കീപ് യുവർ ഐസ് ഓപ്പൺ എന്ന കഥ തുടങ്ങിയിരിക്കുന്നത് വൺസ് അപ്പോൺ എ ടൈം ദെർ വാസ് എ ലയൺ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെയുള്ള സ്റ്റോറിയുടെ കുറച്ച് ബിഗിനിങ്സ് ആണ് തന്നിരിക്കുന്നത്. On the 20th of May in the evening, on the far side of green trees, it was a very hot day. One fine day, long ago, there was a desert wind blowing that night. Which one do you think is the most interesting beginning? കൂട്ടുകാർക്ക് ഇവയിൽ ഏത് ബിഗിനിങ് ആണ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത്? Read a few folk tales and fables and make a collection of the beginnings of stories. നാടോടി കഥകളും ഫേബിൾസും വായിച്ച് എങ്ങനെയാണ് ആ കഥകൾ തുടങ്ങിയിരിക്കുന്നതെന്ന് എഴുതുക. Now, let us examine the ending of the story. Can you think of a different ending to the story? Here are two different endings. Add a few more endings in the space provided. ഇനി നമുക്ക് കഥയുടെ അവസാന ഭാഗം നോക്കാം. ഇവിടെ എങ്ങനെയായിരുന്നു കഥ അവസാനിച്ചത്? Saying so, the fox went to alert the other animals. അങ്ങനെയാണ് അവസാനിച്ചത്. നോക്കൂ, ഇവിടെ രണ്ട് ഡിഫറെന്റ് എൻഡിങ്സ് കൊടുത്തിട്ടുണ്ട്. The fox and the other animals lived happily ever after. The lion did not ever play any more trick on others. കുറുക്കനും മറ്റു മൃഗങ്ങളും അതിനുശേഷം വളരെ സന്തോഷമായി ജീവിച്ചു എന്നാണ് ആദ്യത്തെ എൻഡിങ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തേതോ? അതിൽ പിന്നെ ലയൺ ഇതുപോലെയുള്ള ട്രിക്കൊന്നും മറ്റുള്ളവരുടെ അടുത്ത് പ്രയോഗിച്ചില്ല എന്നാണ് രണ്ടാമത്തെ എൻഡിങ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ കൂട്ടുകാർ ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻഡിങ്സ് എഴുതുക. എങ്ങനെ എഴുതാം? For saving them, the other animals rewarded the fox. മറ്റു മൃഗങ്ങളെ രക്ഷിച്ചതിന് കുറുക്കന് അവർ പാരിതോഷികം നൽകി. As the fox stood there talking, the lion stealthily came out and killed him. Mind yourself before you mind others, the lion told the fox. മറ്റൊരു എൻഡിങ് എങ്ങനെയാണ്? കുറുക്കൻ സിംഹത്തോട് സംസാരിച്ചു കൊണ്ട് നിന്നപ്പോൾ സിംഹം പതുങ്ങി വന്ന് കുറുക്കനെ പിടിക്കുകയും കൊല്ലുകയും ചെയ്യുന്നു. എന്നിട്ട് എന്താണ് പറയുന്നത്? മൈൻഡ് യുവർ സെൽഫ് ബിഫോർ യു മൈൻഡ് അതേഴ്സ്. ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള കൂടുതൽ എൻഡിങ്സ് കൂട്ടുകാർ എഴുതി നോക്കുക. A story can be developed collectively.
Let us participate in the act of developing a story based on the answers to a few questions. തന്നിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലൂടെ നമുക്ക് ഒരു സ്റ്റോറിയെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണെന്ന് നോക്കാം. The story is about a king and a queen. Where did they live? ഒരു രാജാവിനെയും റാണിയെയും കുറിച്ചുള്ള കഥയാണ്. അവരെവിടെയാണ് താമസിച്ചിരുന്നത്? ഇൻ എ കാസിൽ, ഇൻ എ പാലസ്, ഇൻ എ മാൻഷൻ, ഇൻ എ സ്റ്റേറ്റ്ലി ഹോം. എവിടെയായിരിക്കും? ഇൻ എ കാസിൽ. കഥ എങ്ങനെ തുടങ്ങാം? വൺസ് അപ്പോൺ എ ടൈം there was a king and a queen. They lived in a lovely golden castle. എവിടെയാണ് അവർ താമസിച്ചിരുന്നത്? They lived in a castle. അടുത്ത നോക്കൂ. The king and the queen had a daughter. രാജാവിനും റാണിക്കും ഒരു മകളുണ്ടായിരുന്നു. What was her name? എന്തായിരുന്നു അവളുടെ പേര്? ജെയിൻ, കല്യാണി, ഗൗരി, റാബിയ, ടീന. ഇതിലേതായിരിക്കാം? ജെയിൻ. അടുത്ത ചോദ്യം നോക്കൂ. How did she look like? Beautiful, pretty, ugly, gorgeous, slim. ഇതിലേതായിരിക്കാം? Beautiful. Once upon a time, there was a king and a queen. They lived in a lovely golden castle. They had a very beautiful daughter named Jane. What was the attitude of the princess? Always sad, happy, gloomy, lively. ഇതിലേതായിരിക്കാം ആ പ്രിൻസസിന്റെ ആറ്റിറ്റ്യൂഡ്? ഓൾവേസ് സാഡ്. എപ്പോഴും ദുഃഖിതയായിരുന്നു. The queen offered something as a reward. What was it? രാജകുമാരി ദുഃഖിതയായിരുന്നു. രാജകുമാരിയെ ചിരിപ്പിക്കുന്നയാൾക്ക് ഒരു റിവാർഡ് കൊടുക്കുമെന്ന് രാജ്ഞി പറഞ്ഞു. എന്തായിരിക്കാം അത്? എ റിംഗ്, ഗോൾഡ് കോയിൻസ്, എ സാക്ക് ഓഫ് റൈസ്. എന്തായിരിക്കാം? എ റിംഗ്. പിന്നീട് രാജകുമാരിയെ സന്തോഷിപ്പിക്കാനായി ഓരോരുത്തരായി വരുന്നതാണ്. വാട്ട് ഡിഡ് ദ മ്യൂസീഷ്യൻ പ്ലേ ഓൺ? മ്യൂസീഷ്യൻ വന്നിട്ട് എന്തായിരിക്കും വായിച്ചത്? എ ഫ്ലൂട്ട്, എ ഗിറ്റാർ, എ ഹാർമോണിയം ഓർ എ പിയാനോ. ഇവയിൽ ഏതായിരിക്കാം മ്യൂസീഷ്യൻ വായിച്ചിട്ടുണ്ടാവുക? എ ഫ്ലൂട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഡിഡ് ദ ഫെയറി ആൻഡ് ദ ജോക്കർ ഡു? ദ ഫെയറി കാസ്റ്റ് എ മാജിക് സ്പെൽ, ബ്ലെസ്ഡ് ഹെർ, ദ ജോക്കർ ടോൾഡ് ജോക്സ് ഓർ ഡിഡ് എ സോമസോൾട്ട്. സോമസോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മലക്കം മറിയുക. ഏതായിരിക്കാം? The fairy cast a magic spell. The joker told jokes. There was a young man in the story. What was he? A teacher, a musician, a wrestler. ഇവയിൽ ആരായിരിക്കാം? A musician. The boy in the story had a pet. What was it? A cat, a dog, a squirrel, a parrot, a bear. കഥയിലുള്ള ബോയ്ക്ക് ഒരു പെറ്റുണ്ട്. അതെന്തായിരിക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കാം? ക്യാറ്റാണോ, ഡോഗാണോ, സ്ക്വിറൽ അണ്ണാനാണോ, പാരറ്റ് ആണോ, അതോ കരടിയാണോ? ഏതായിരിക്കാം? എ bear, കരടി. What happened when the princess saw the pet? പ്രിൻസസ്, രാജകുമാരി ആ പെറ്റിനെ കണ്ടപ്പോൾ എന്താണ് സംഭവിച്ചത്? ഹാപ്പി, സാഡ്, ഫ്രൈറ്റൻഡ്, എക്സൈറ്റഡ്. എന്താണ് സംഭവിച്ചിരിക്കുക? ഹാപ്പി ആയിട്ടുണ്ടാവാം. ഹാപ്പി. ഹൂ വൺ ദ പ്രൈസ്? ആരാണ് പ്രൈസ് നേടിയത്? ദ ക്യാറ്റ്, ദ ഡോഗ്, ദ സ്ക്വിറൽ, ദ പാരറ്റ്, ദ ബെയർ ഓർ നോ വൺ? ആരായിരിക്കാം? കരടി. പെറ്റായിരുന്നത് കരടിയല്ലേ? അപ്പോൾ സമ്മാനം നേടിയതും കരടി തന്നെയായിരിക്കും. Now write a story and give it a suitable title. The beginning of the story is given. Once upon a time there was a king
ആൻഡ് എ ക്വീൻ. ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അതൊരു കഥയായി എഴുതണം. കഥയായി എഴുതിയാൽ മാത്രം പോരാ, ഒരു തലക്കെട്ടും നൽകണം. തുടക്കം ഇവിടെ തന്നിട്ടുണ്ട്. വൺസ് അപ്പോൺ എ ടൈം there was a king and a queen. അവരെവിടെയാണ് താമസിച്ചിരുന്നത്? They lived in a lovely golden castle. They had a very beautiful daughter named Jane. But Jane was always very unhappy. Nobody knew why she was sad. She never laughed or smiled. Both the king and the queen were quite worried about their daughter. One day, the queen offered a golden ring to the person who could make Jane happy. A musician came and played the flute. A fairy cast a magic spell, and a joker came and cracked jokes. But none of them could make her smile or laugh. As days passed, a young musician came to work at the queen's castle. He was accompanied by his little bear. The bear was extraordinarily brilliant and he captured everyone's heart. One day, while Jane was standing at the balcony of the castle, she happened to see the bear. She was happy to see the bear's pranks. She started to laugh wholeheartedly. The queen was happy to see her daughter laugh. She kept her promise by rewarding the bear with a golden ring. Title എന്ത് കൊടുക്കാം? Jane and the Bear. Activity 5. A story is given in a jumbled order. Rewrite the story in the correct sequence. ഇവിടെ തന്നിരിക്കുന്നത് ഒരു കഥയുടെ ചില ഭാഗങ്ങളാണ്. അവ കറക്റ്റ് ഓർഡറിലല്ല തന്നിരിക്കുന്നത്. അതിനെ ശരിയായ ഓർഡറിൽ എടുത്തെഴുതുക. തുടങ്ങുന്നത് എങ്ങനെയാണ്? വൺസ് there lived 3 little pigs എന്നാണ് കഥ തുടങ്ങുന്നത്. ബാക്കിയുള്ള ഭാഗം തന്നിരിക്കുന്നത് നോക്കൂ. A big bad wolf saw the first and second pigs and decided to make a meal of them. Now the 2 little pigs were terrified and they ran to the third pig's house. Even though the pigs tried to hide in their house, the wolf blew it down in minutes. The wolf tried to huff and puff the house down, but he could not, and he died in the attempt. The third pig worked hard all day and built his house strong with bricks. The first and the second pigs were lazy, and they built their houses very quickly with straw. പിന്നെ തന്നിരിക്കുന്നത് എൻഡിംഗ് ആണ്. The 2 little pigs now felt sorry for being so lazy. They too built their houses with bricks and lived happily ever after. തുടക്കവും തന്നിട്ടുണ്ട്, എൻഡിങ്ങും തന്നിട്ടുണ്ട്. ഇടയിലുള്ള ഭാഗങ്ങൾ ജംബിൾഡ് ഓർഡറിലാണ്. അതിനെ ശരിയായ ഓർഡറിൽ മാറ്റി എഴുതണം. എങ്ങനെയാണെന്ന് നോക്കാം. Once there lived 3 little pigs. അതാണ് തുടക്കം. രണ്ടാമത്തെ സെന്റൻസ് ഏതാവും വരിക? The first and the second pigs were lazy and they built their houses very quickly with straw. അതാണ് രണ്ടാമത്തെ സെന്റൻസ്. മൂന്നാമത് ഏതാണ് വരുന്നത്? The third little pig worked hard all day and built his house strong with bricks. അടുത്തത് ഏതാവും? A big bad wolf saw the first and second pigs and decided to make a meal of them. അടുത്തത്, even though the pigs tried to hide in their house, the wolf blew it down in minutes. Then, now the 2 little pigs were terrified and they ran to the third pig's house. The wolf tried to huff and puff the house down, but he could not, and he died in the attempt. Once there lived 3 little pigs. The first and the second pig were lazy
and built their houses very quickly with straw. ഒരിടത്ത് 3 ചെറിയ പന്നിക്കുട്ടികൾ താമസിച്ചിരുന്നു. അതിൽ ആദ്യത്തെ ആളും രണ്ടാമത്തെ ആളും ഭയങ്കര മടിയന്മാരായിരുന്നു. അവരവരുടെ വീടുണ്ടാക്കിയത് എന്തുകൊണ്ടാണ്? വൈക്കോല് കൊണ്ടാണ്. The third little pig worked hard all day and built a strong house with bricks. മൂന്നാമനോ വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. എന്തുകൊണ്ടാണ് വീടുണ്ടാക്കിയത്? ബ്രിക്ക് കൊണ്ട്, കട്ട കൊണ്ടാണ് വീടുണ്ടാക്കിയത്. One day, a big bad wolf saw the first and second pigs and decided to make a meal of them. ഒരു ദിവസം അവരെ ദുഷ്ടനായ ഒരു വോൾഫ് കണ്ടു. എന്നിട്ട് എന്താണ് തീരുമാനിച്ചത്? ഇന്നത്തേക്കുള്ള എൻ്റെ ആഹാരം ഇവർ തന്നെ. Even though the pigs tried to hide in their house, the wolf blew it down in minutes. വോൾഫിനെ കണ്ടപ്പോൾ 2 ലിറ്റിൽ പിഗ്സ് എന്താണ് ചെയ്തത്? അവർ അവരുടെ സ്ട്രോ കൊണ്ടുണ്ടാക്കിയ വീട്ടിൽ ഒളിക്കാൻ ശ്രമിച്ചു. പക്ഷേ വോൾഫ് എന്താണ് ചെയ്തത്? ബ്ലൂ ഇറ്റ് ഡൗൺ ഇൻ മിനിറ്റ്സ്. പെട്ടെന്ന് തന്നെ അവരുടെ വീട് വോൾഫിന് നശിപ്പിക്കാൻ സാധിച്ചു. Now the 2 little pigs were terrified and they ran to the third pig's house. വോൾഫ് അവരുടെ വീട് നശിപ്പിച്ചപ്പോൾ അവർ വളരെയധികം പേടിച്ച് ആ തേർഡ് പിഗിന്റെ വീട്ടിലേക്ക് ഓടിപ്പോയി. The wolf tried to huff and puff the house down, but he could not, and he died in the attempt. മൂന്നാമത്തെ പിഗിന്റെ വീടും നശിപ്പിക്കാൻ വോൾഫ് ശ്രമിച്ചു. പക്ഷെ എന്താ സംഭവിച്ചത്? He died in the attempt. The 2 little pigs now felt sorry for being so lazy. They too built their houses with bricks and lived happily ever after. തങ്ങൾ മടിയന്മാരായതിൽ അവർക്ക് ഒരുപാട് വിഷമം തോന്നി. പിന്നെ അവരെന്തു ചെയ്തു? ബ്രിക്സ് കൊണ്ട് അവരുടെ വീടുണ്ടാക്കി സന്തോഷമായി ജീവിച്ചു. Look at the picture and complete the story given below. One morning, a fox was walking through the woods. He was looking for something tasty to eat. Soon, his nose picked up a scent of something very sweet. He stood still and sniffed the air. The fox didn't have to wait long to find out what it was. A crow was sitting on a branch high up in a tree, and in its beak was the biggest piece of cheese he would ever seen. ഒരു ദിവസം രാവിലെ ഒരു കുറുക്കൻ കാട്ടിലൂടെ നടക്കുകയായിരുന്നു. He was looking for something tasty to eat. കഴിക്കാൻ എന്തെങ്കിലും രുചികരമായ ഒന്ന് കിട്ടുമോ എന്ന് നോക്കിയാണ് അവൻ നടന്നത്. Soon his nose picked up a scent. പെട്ടെന്ന് അവന്റെ മൂക്കിൽ ഒരു സുഗന്ധം, ഒരു മണം വന്നെത്തി. എങ്ങനെയുള്ള മണം? സ്വീറ്റ് ആയിട്ടുള്ള മണം. സ്വീറ്റ് സ്മെല്ലാണ് അവന് മൂക്കിലടിച്ചത്. അതെന്താണെന്നറിയാൻ അവന് ഏറെ കാത്തിരിക്കേണ്ടി വന്നില്ല. ഒരു കാക്ക മരത്തിന്റെ ഉയർന്ന കൊമ്പിൽ ഇരിപ്പുണ്ട്. അതിന്റെ കൊക്കിൽ എന്തുണ്ട്? ബിഗ്ഗസ്റ്റ് പീസ് ഓഫ് ചീസ്. കുറുക്കൻ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു കഷണം ചീസ് കാക്കയുടെ കൊക്കിലിരിപ്പുണ്ട്. ബാക്കി കഥയാണ് കൂട്ടുകാർ പൂർത്തിയാക്കേണ്ടത്. ഇനി എന്താവും കുറുക്കൻ ചിന്തിക്കുന്നുണ്ടാവുക? എങ്ങനെയെങ്കിലും കാക്കയുടെ കയ്യിൽ നിന്ന് ആ ചീസ് തട്ടിയെടുക്കണമെന്നായിരിക്കില്ലേ? എങ്ങനെ എഴുതാം? He thought for a while. കുറുക്കൻ ഒരല്പസമയം ചിന്തിച്ചു. Soon an idea struck him. പെട്ടെന്ന് അവനൊരു ഐഡിയ കിട്ടി. He decided to flatter the crow and therefore began to praise him. He told the crow, "You are such a pretty and clever bird. If only you could sing us beautifully." Now the crow was very proud. He wanted to show the fox that he could sing very well. So he opened his mouth to sing, and lo, the piece of cheese fell to the ground. The fox laughed at the crow and picked up the cheese and ate it hungrily. Too late, the crow realized that one should not be vain. എന്താണ് കുറുക്കൻ കാക്കയോട് പറഞ്ഞത്? നിന്നെ കാണാൻ നല്ല അഴകാണ്, നീ വളരെ ബുദ്ധിയുള്ള ബേർഡാണ്, നിന്റെ പാട്ടോ അതിമനോഹരമാണ് എന്ന് കാക്കയെ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞു.
അത് കേട്ടപ്പോഴോ കാക്കയ്ക്ക് തോന്നി, ഞാൻ നന്നായി പാടുമെന്ന് ഇവനെ ഒന്ന് അറിയിക്കണം. പാടാനായി വാ തുറന്നതും എന്ത് സംഭവിച്ചു? ചീസ് കഷ്ണം താഴെ പോയി കുറുക്കന് കിട്ടി. കുറുക്കൻ കാക്കയെ കളിയാക്കി ചിരിക്കുകയും നല്ല വിശപ്പോടെ ആ ചീസ് കഴിക്കുകയും ചെയ്തു. അപ്പോഴാണ് കാക്കയ്ക്ക് മനസ്സിലായത്, ഒന്നും വെറുതെ ആയിരുന്നില്ല, തന്നെ ഇത്രയേറെ പ്രശംസിച്ചു പറഞ്ഞത് വെറുതെ ആയിരുന്നില്ല എന്നപ്പോഴാണ് കാക്കയ്ക്ക് മനസ്സിലായത്. ലുക്ക് അറ്റ് ദ കാർട്ടൂൺസ്. ഫിൽ ഇൻ ദ ബബിൾസ് ആൻഡ് ഫ്രെയിം എ സ്റ്റോറി. ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി ഈസ് ഗിവൺ. തന്നിട്ടുള്ള ചിത്രങ്ങൾ നോക്കി ബബിൾസ് ഫില്ല് ചെയ്ത് ഒരു കഥയുണ്ടാക്കുക. കഥയുടെ തുടക്കം ഇവിടെ തന്നിട്ടുണ്ട്. ലോങ് എഗോ എ ലയൺ ലിവ്ഡ് ഇൻ എ ഫോറസ്റ്റ്. വൺ ഡേ ഹി ഫെൽറ്റ് വെരി ടയേർഡ് ആൻഡ് ഫെൽ അസ്ലീപ്. എ മൗസ് കെയിം ദെയർ ആൻഡ് സ്റ്റാർട്ടഡ് ഡിസ്റ്റർബിംഗ് ദ ലയൺ. ഇതാണ് കഥയുടെ തുടക്കം. വളരെ പണ്ടൊരിടത്തൊരു സിംഹമുണ്ടായിരുന്നു. ഒരു ദിവസം സിംഹത്തിന് വളരെ ക്ഷീണം തോന്നി. സിംഹം ഉറങ്ങാൻ തുടങ്ങി. അപ്പോഴാണ് അവിടേക്ക് ഒരു എലി വന്ന് സിംഹത്തെ ശല്യം ചെയ്യാൻ തുടങ്ങിയത്. നൗ ഫിൽ ഇൻ ദ ബബിൾസ് ആൻഡ് ഫ്രെയിം എ സ്റ്റോറി. തന്നിട്ടുള്ള സംഭാഷണം എഴുതി കഥ പൂർത്തിയാക്കുക. ഉറങ്ങിക്കിടന്ന സിംഹത്തിന്റെ അടുത്തേക്ക് എലി ശല്യം ചെയ്യാൻ വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? സിംഹം എലിയെ പിടിക്കും. എന്തു പറയും എന്നിട്ട്? ഐ വിൽ കിൽ യു ലിറ്റിൽ ക്രീച്ചർ. അപ്പോൾ എലി എന്താവും പറയാ? പാർഡൺ ഓ കിങ്, ഇഫ് യു സ്പെയർ മൈ ലൈഫ് ഐ വിൽ ഷ്യൂർലി റീപേ യുവർ കൈൻഡ്നെസ്. എന്താ പറഞ്ഞത്? സിംഹം എലിയെ പിടിച്ചിട്ട് പറഞ്ഞു, നിന്നെ ഇന്ന് ഞാൻ കൊല്ലും. അപ്പോൾ എലി സിംഹത്തോട് അപേക്ഷിക്കുകയാണ്, എന്നോട് ഇത്തവണത്തേക്ക് ക്ഷമിച്ച് എന്നെ വിട്ടയക്കണേ, ഞാനിതിനു പകരമായി പ്രത്യുപകാരം ചെയ്തോളാം എന്ന് എലി പറയുകയാണ്. അപ്പോഴോ സിംഹം എലിയെ വിട്ടു. താങ്ക് ഗോഡ് ഐ ആം സ്പെയർഡ്. രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് എലി പോവുകയാണ്. അടുത്ത ചിത്രം നോക്കിക്കേ. വീണ്ടും എലിയുടെ വാലിൽ സിംഹം പിടിച്ചിരിക്കുന്നു. എന്താണ് പറയുന്നത്? ഹേയ്, ഡോണ്ട് ഫൊർഗെറ്റ് യുവർ പ്രോമിസ്. നോക്കൂ, നീ പറഞ്ഞ കാര്യം മറക്കണ്ട. അടുത്തത് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഡേയ്സ് പാസ്റ്റ്. വൺ ഡേ ദ ലയൺ ഫെൽ ഇൻ ടു എ ട്രാപ്പ്. ഹി കോൾഡ് ഔട്ട് ഫോർ ഹെൽപ്പ്. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ലയൺ ഒരു ട്രാപ്പിൽ വീണു. അവിടെ നിന്ന് രക്ഷയ്ക്കായി നിലവിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദ മൗസ് ഹു വാസ് സ്കാമ്പറിംഗ് എബൌട്ട് ഹേർഡ് ദ ലയൺസ് ക്രൈ. സിംഹത്തിന്റെ നിലവിളി ആര് കേട്ടു? എലി കേട്ടു. എന്നിട്ടോ? ഡോണ്ട് വറി മൈ ലോർഡ്, ഐ വിൽ കട്ട് ദ നെറ്റ് വിത്ത് മൈ ടീത്ത് ആൻഡ് സെറ്റ് യു ഫ്രീ. വിഷമിക്കേണ്ട പ്രഭോ, ഞാൻ ഈ വല കടിച്ചു മുറിച്ചു തരാം. ആൻഡ് സെറ്റ് യു ഫ്രീ, അങ്ങനെ നിങ്ങളെ ഇവിടെ നിന്ന് രക്ഷിക്കാം. ദ മൗസ് സെറ്റ് ദ ലയൺ ഫ്രീ ബൈ ഗ്നോയിങ് ദ നെറ്റ് വിത്ത് ഹിസ് ടീത്ത്. ദ ലയൺ വാസ് വെരി താങ്ക്ഫുൾ ടു ദ മൗസ്. നോയിങ് എന്ന് പറഞ്ഞാൽ കടിച്ചു കീറുക. എലി നെറ്റെല്ലാം കടിച്ചു കീറി സിംഹത്തെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. സിംഹം എലിയോട് നന്ദി പറഞ്ഞു. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുവെന്നറിയിച്ച എല്ലാവർക്കും നന്ദി. 1 മുതൽ 7 വരെ ക്ലാസ്സുകളുടെ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായി ജോയിൻ എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. 1ഉം 2ഉം ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.